കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പൊന്നുണ്ണിക്കണ്ണൻ അതാ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം, പുഞ്ചിരി തൂകി നിൽക്കണ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും കണ്ണടച്ചോളൂ കേട്ടോ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിലോടക്കുഴലും താമരയുമേന്തി സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് അതാ വരണു. ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൽ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. ആ കണ്ണൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കും, അതുറപ്പാണ്. ആ കണ്ണൻ്റെ നാമങ്ങളെല്ലാവരും ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ. ആ കണ്ണൻ അത് മുഴുവൻ കേട്ട് ആ സ്നേഹത്തോടുകൂടി അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ജപിക്കല്ലേ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ്. കണ്ണൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ഉപാസിച്ചോളൂ. കലികാലത്ത് നമുക്ക് ഉപാസിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ മന്ത്രമാണിത്. നാമത്രയ മന്ത്രം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.